ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 1, 2, 3 ഗ്രേഡ് എക്സാമുകളുടെ കോമൺ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൂടെ നമ്മൾ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിന്റെയും അതേപോലെ തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേയിലുള്ള പോർട്ടിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ ഓവർസിയർ ഗ്രേഡ് 2വിന്റെ 2016 നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. The slenderness ratio of masonry wall should not be more than. ഒരു masonry wallന്റെ slenderness ratio ഏത് വാല്യൂവിനേക്കാൾ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ആദ്യം എന്താണ് slenderness ratio എന്ന് പറയാം. slenderness ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ടു വിഡ്ത്ത് റേഷ്യോനെയാണ് നമ്മൾ slenderness ratio എന്ന് പറയുക. ഒരു സ്ട്രക്ചറിന്റെ ഇപ്പോൾ ഒരു കോളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കോളത്തിന്റെ ഹൈറ്റ് ടു അതിന്റെ വിഡ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ കോഷ്യന്റിനെയാണ് നമ്മൾ slenderness ratio എന്ന് പറയുന്നത്. ഈ സ്ലെൻഡേർനെസ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ട്രക്ചേഴ്സിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളമൊക്കെ ബക്കിൾ ചെയ്യൂലേ എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഈ സ്ലെൻഡേർനെസ് റേഷ്യോന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു മെയ്സണറി വാള് കൺസിഡർ ചെയ്യുമ്പോൾ മെയ്സണറി വാളിന്റെ സ്ലെൻഡേർനെസ് റേഷ്യോ, അതായത് ആ മെയ്സണറി വാളിന്റെ ഹൈറ്റ് ടു ദ വിഡ്ത്ത് റേഷ്യോ ഒരിക്കലും 27 എന്ന് പറഞ്ഞ വാല്യൂവിനേക്കാൾ കൂടാൻ പാടില്ല എന്നുള്ളതാണ് റൂള്. മെയ്സണറി വാളിന്റെ സ്ലെൻഡേർനെസ് റേഷ്യോ 27നേക്കാളും എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. എന്നാൽ ഓപ്ഷനിൽ എന്തില്ല, 27 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ല. അപ്പൊ സാധാരണഗതിയിൽ മെയ്സണറി വാളില് 90 mm തിക്നെസ്സിനേക്കാൾ, അതായത് 9 സെന്റിമീറ്ററിനേക്കാൾ തിക്നെസ് കുറവുള്ള വാളാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്ലെൻഡേർനെസ് റേഷ്യോ 20യേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് കൊടുക്കാം, 20. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്കപ്പ് ദ പോർഷൻ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലിന്ത് ഏരിയ. പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പോർഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് പ്ലിന്ത് ഏരിയ എന്നുള്ളത് ആദ്യം പറയാം. പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ കവേർഡ് ഏരിയനെയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. വിച്ച് ഈസ് മെഷേർഡ് അറ്റ് എവറി ഫ്ലോർ ഓഫ് എ ലെവൽ. അപ്പൊ നമുക്ക് സാധാരണയായിട്ടുള്ള സംശയമാണ്, പ്ലിന്ത് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ മാത്രമല്ലേ വരുള്ളൂ. അപ്പൊ താഴത്തെ ഫ്ലോറിന്റെ ഏരിയനെയാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയാന്നാണ് സാധാരണ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്. എന്നാൽ പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിന്തിന്റെ താഴത്തെ ഫ്ലോറിന്റെ മാത്രം ഏരിയനെ അല്ല പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. എല്ലാ ഫ്ലോറിലും വരുന്ന കവേർഡ് ഏരിയ പ്ലിന്ത് ലെവലിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഏരിയയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ പ്ലിന്ത് ഏരിയയിൽ ഒരിക്കലും പ്ലിന്ത് ഓഫ്സെറ്റ് എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യൂല. പ്ലിന്ത് ഓഫ്സെറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, സാധാരണയായിട്ട് പ്ലിന്ത് ഓഫ്സെറ്റ് എടുക്കുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഈ 5 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലാണ് പ്ലിന്ത് ഓഫ്സെറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്ലിന്ത് ഓഫ്സെറ്റും കൂടെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഓൺ ഓൾ ഫ്ലോർ. എല്ലാ ഫ്ലോറിലും ഉള്ള പ്ലിന്തിൽ മെഷർ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ, ആ കവേർഡ് ഏരിയനെയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. അതിലെന്തില്ല, പ്ലിന്ത് ഓഫ്സെറ്റ് ഇൻക്ലൂഡ് ചെയ്യൂല. പ്ലിന്ത് ഓഫ്സെറ്റ് 5 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്ലിന്ത് ഓഫ്സെറ്റും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പോർഷൻസ് ഏതൊക്കെയാണ്? നമ്മളൊരു ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിൽ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത പോർഷൻ ഏതാണ്? വാള് ഇൻക്ലൂഡ് ചെയ്യും, റൂമുകൾ ഇൻക്ലൂഡ് ചെയ്യും, വരാന്ത ഇൻക്ലൂഡ് ചെയ്യും. എന്നാൽ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റാണ്, അത് നടുമുറ്റാണെങ്കിലൊന്നും എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീടിന്റെ മുറ്റൊന്നും എന്ത് ചെയ്യില്ല, പ്ലിന്ത് ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്യൂല. അപ്പോൾ കോർട്ട്യാർഡ് ആണ് എന്ത് ചെയ്യുന്നത്, പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ഭാഗം. ഇനി കോർട്ട്യാർഡ് മാത്രമാണോ, ഓപ്പൺ ഏരിയ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യൂല. അതേപോലെ തന്നെ ബാൽക്കണീസ് നമ്മൾ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യൂല. ദെൻ ഒരു കാന്റിലിവർ പ്രൊജക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ബാൽക്കണി ഒരു അൺകവേർഡ് റീജിയൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യൂല. ഇനി അതേപോലെ തന്നെ ഇന്റേണൽ ഷാഫ്റ്റുകൾ ഉണ്ട്. നമ്മൾ സാധാരണയായിട്ട് ചില പൈപ്പുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡിങ്ങിനകത്ത് തന്നെയുള്ള ഷാഫ്റ്റുകൾ ഉണ്ടാവും.
ഈ ഷാഫ്റ്റുകൾ 2m² കുറവുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അതേപോലെ തന്നെ ഏരിയ ഓഫ് ലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ച് എന്നൊക്കെ പഴയ ബിൽഡിങ്ങുകൾക്കൊക്കെ അല്ലെങ്കിൽ പഴയ വീടുകൾക്കൊക്കെ മച്ച് ഉണ്ടാവും. ഈ മച്ചിന്റെ ഏരിയയും എന്ത് ചെയ്യില്ല, നമ്മൾ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം അതിന്റെ ഹൈറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതും നമ്മൾ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പൊ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് വെറും കോർട്ട്യാർഡ് മാത്രമല്ല, സാധാരണയായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം കോർട്ട്യാർഡാണ് ഓപ്ഷനിൽ വരാറുള്ളത്. എന്നാൽ ലോഫ്റ്റിന്റെ ഏരിയ ആണെന്നുണ്ടെങ്കിലും ഇന്റേണൽ ഷാഫ്റ്റുകൾ 2m² താഴെയാണ് എന്നുണ്ടെങ്കിലും ബാൽക്കണികളോ ഓപ്പൺ ഏരിയാസോ അതല്ലെങ്കിൽ കാന്റിലിവർ പ്രൊജക്ഷൻസ് ഉണ്ടെങ്കിലോ അതൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രോഗ്രാഫിക് സർവേ ഡീൽസ് വിത്ത് ദ മാപ്പിംഗ് ഓഫ്. ഹൈഡ്രോഗ്രാഫിക് സർവേ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഹൈഡ്രോഗ്രാഫിക് സർവേന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് മുമ്പത്തെ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താണ് ഹൈഡ്രോഗ്രാഫിക് സർവേ? നമ്മളെ സർവേനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിലുള്ള ഒരു മേജർ ക്ലാസിഫിക്കേഷനാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ അല്ലെങ്കിൽ മറൈൻ സർവേ എന്ന് പറയും. മൂവിങ് അല്ലെങ്കിൽ സ്റ്റിൽ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേ ആണ് നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ മെയിൻ ആയിട്ടും വലിയ വാട്ടർ ബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവേ മാപ്പിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എന്താ പറയാ, ഒരു പുഴയുടെ ആഴം അളക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു കടലിന്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ നടത്തുന്ന സർവേ എന്താണ്, ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. അപ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേ ഡീൽ ചെയ്യുന്നത് ലാർജ് വാട്ടർ ബോഡീസുമായിട്ടാണ്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. EDMI സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് EDMI? EDMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ EDM എന്ന് കേട്ടിട്ടുണ്ടാവും, അത് തന്നെയാണ്. I എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ആണ്. EDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. നമ്മൾ EDM എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ ആണ്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയും EDMI. എന്താണ് ഈ EDM ഇൻസ്ട്രുമെന്റ്? EDM ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തിയോഡലൈറ്റുകളുടെ സഹായം ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ്, നമ്മളൊരു ഇലക്ട്രോണിക് തിയോഡലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും അതേപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് എപ്പോഴും ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റുകളിൽ എപ്പോഴും എന്താണ്, ഒരു പോയിന്റുകളെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ 3 ഫണ്ടമെന്റൽ ആയിട്ടുള്ള വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിലുള്ള ഒന്നാണ് ഹൊറിസോണ്ടൽ ആംഗിൾ, മറ്റൊന്ന് വെർട്ടിക്കൽ ആംഗിൾ, മൂന്നാമത്തത് ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സ്ലോപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഏതൊരു പോയിന്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്താലും ഇൻസ്ട്രുമെന്റും ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യപ്പെടും. അങ്ങനെ ആ പോയിന്റും അതേപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് EDM എന്നുള്ളത്. EDM ഇൻസ്ട്രുമെന്റ് പല ടൈപ്പ് ഓഫ് EDM ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ്ഡ്. ആ EDM ഇൻസ്ട്രുമെന്റിൽ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പല EDM ഇൻസ്ട്രുമെന്റുകളുണ്ട്. നമ്മൾ മുമ്പത്തെ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടെല്ലുറോമീറ്റർ, അതേപോലെ തന്നെ ജിയോഡി മീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റുകളൊക്കെ എന്താണ്, EDM ഇൻസ്ട്രുമെന്റുകളാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. GPS ഈസ് പ്രിസൈസ്ഡ് സിസ്റ്റം ടു പ്രൊവൈഡ് അക്യുറേറ്റ് ടൈമിംഗ് ആൻഡ് ലൊക്കേഷൻ ലോഞ്ച്ഡ് ബൈ. GPS ഏത് രാജ്യമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. GPS സിസ്റ്റം GPS എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അത് ഏറ്റവും ആദ്യം അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അത് ആദ്യം ആർമി പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അന്ന് അതിന്റെ പേര് നാവ്സ്റ്റാർ എന്നായിരുന്നു. പിന്നെ പിൽക്കാലത്ത് എന്ത് ചെയ്തു, അത് എല്ലാവർക്കും വേണ്ടിയിട്ട്, കോമൺ പീപ്പിൾസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അത് തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൽ 24 സാറ്റലൈറ്റുകളാണ് ഉണ്ടാവുക. ആ സാറ്റലൈറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഭൂമി ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൊക്കേഷനും അതേപോലെ തന്നെ ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ വിത്ത് ബേസ് B ആൻഡ് ഹൈറ്റ് h അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ദ ബേസ് ഈസ് ഗിവൺ ആസ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ചോദ്യമാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊമെന്റിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു ട്രയാങ്കുലർ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് ബിയും ഹൈറ്റ് എച്ചും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക? ഏത് രണ്ട് ഡയറക്ഷനിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏത് ഒരു ബേസിന് പാരലൽ ആയിക്കൊണ്ടുള്ള ഏത് ഡയറക്ഷനിലോട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കാണാൻ കഴിയും.
ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ആക്സിസിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? അതായത് ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എക്സി എന്ന് പറഞ്ഞ ലൈനിലൂടെ പാസ് ചെയ്ത് പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ വാല്യൂ bh³/36 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് ബേസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒരു ട്രയാങ്കിളിന്റെ ബേസിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് bh³/12 ആണ്. അത് പാരലാക്സിസ് തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സെൻട്രോയിഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആക്കി കണ്ടുപിടിക്കുമ്പോഴാണ് bh³/36 നമുക്ക് കിട്ടുന്നത്. സാധാരണയായിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇത് ഓരോ ഫിഗറിനും വ്യത്യാസം ഉണ്ടാവും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The resultant of two forces has the same magnitude as either of the forces. Then the angle between the forces is. രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടന്റിന് എന്താണ്, ഈ ഫോഴ്സുകളുടെ അതേ മാഗ്നിറ്റ്യൂഡ് ആണ്. അതാണ് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫോഴ്സുകൾ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ഫോഴ്സുകളുണ്ട്, ആ ഫോഴ്സുകളുടെ റിസൾട്ടന്റിനും ആ ഫോഴ്സിന്റെ അതേ മാഗ്നിറ്റ്യൂഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ഫസ്റ്റ് ഫോഴ്സും സെക്കൻഡ് ഫോഴ്സും F1 F2 എന്ന് എടുത്തു, റിസൾട്ടന്റിനെ F എന്ന് എടുത്തു. അപ്പൊ നമുക്കറിയാം F1ഉം F2ഉം Fഉം എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അവിടെ ഫോർമുല അപ്ലൈ ചെയ്യാം. R² = അതായത് റിസൾട്ടന്റിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോഴ്സിന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ഫോഴ്സിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് ഫോഴ്സ് ഇൻറ്റു സെക്കൻഡ് ഫോഴ്സ് ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിൾ. റിസൾട്ടന്റ് എന്ന് പറയുന്നത് F ആണ്. ഇതിന് F² എന്ന് കൊടുത്തു. F1ഉം F2ഉം F ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും F² = F² + F² + 2F² ഇൻറ്റു കോസ് എക്സ്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 120 ഡിഗ്രി എന്ന് കിട്ടും. സോ അതിന്റെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, 120 ഡിഗ്രി. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 ന്യൂട്ടൺ ഈസ് ഇക്വലന്റ് ടു. ഒരു ന്യൂട്ടൺ എത്ര കിലോഗ്രാം വെയിറ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.81 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1/9.81 കിലോഗ്രാം വെയിറ്റ് ആണ് ഒരു ന്യൂട്ടൺ എന്നുള്ളത്. സോ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1/9.81 കിലോഗ്രാം വെയിറ്റ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് എ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് ബി മോർ ദാൻ. ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോണിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയായിരിക്കും? ഇവിടെ ഒരു ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ, ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 മെഗാപാസ്കൽ ആണ്, അല്ലെങ്കിൽ 100 Nm/mm² ആണ് ഇതിന്റെ ആൻസർ വരും. ഇതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ബിൽഡിംഗ് മെറ്റീരിയലിനും എന്തുണ്ട്, ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. സോ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അതിനൊരു നല്ല ബിൽഡിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് സാധാരണയായിട്ട് കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു ബിൽഡിംഗ് സ്റ്റോണിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആയിരിക്കും. അതിന്റെ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് വിയർ എന്ന് പറയുന്നത് 3% ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങളും കൂടെ പഠിച്ചു വെക്കുക. ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോണിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 മെഗാപാസ്കൽ ആണ്, അല്ലെങ്കിൽ 100 Nm/mm² ആണ്. ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോണിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.7 ആണ്. അതിന്റെ മാക്സിമം വിയർ എന്ന് പറയുന്നത് 3% ആണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ, ദ പെർസെൻറ്റേജ് ഓഫ് അലൂമിന ഇൻ ഗുഡ് ബ്രിക്ക് എർത്ത് ഈസ്. ഒരു ബ്രിക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്ക് എർത്തിൽ അലൂമിനയുടെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതാണ്. അലൂമിന ഈ ചാർട്ടിൽ നോക്കി നമുക്ക് കാണാം, അലൂമിന 20 to 30% ആണ്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്രിക്കിൽ ഏറ്റവും കൂടുതലുള്ള മിനറൽ എന്ന് പറയുന്നത് സിലിക്കയാണ്. സിലിക്ക 50 to 60% ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമെന്റിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമെന്റിൽ ഏറ്റവും കൂടുതലുള്ളത് ലൈമാണ്. 50 to 60% എന്താണ്, ലൈമാണുള്ളത്. ഇവിടെ ഒരു ബ്രിക്കിൽ ഏറ്റവും കൂടുതലുള്ളത് സിലിക്കയാണ്. 50 to 60% സിലിക്കയാണ്. പിന്നെ അതിന് ശേഷം വരുന്ന പെർസെൻറ്റേജ് അലൂമിനയാണ്, 20 to 30%. ലൈമിന്റെ അളവ് ഇവിടെ 10% ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ള മിനറൽസും കൂടെ ചേരുമ്പോഴാണ് ഒരു ഗുഡ് ബ്രിക്ക് എർത്ത് ഉണ്ടാവുന്നത്. നമുക്കറിയാം ഇതിലുള്ള ഓരോ മിനറൽസും അതിന്റെ പെർസെൻറ്റേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ബ്രിക്കിന് വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, സിലിക്ക കൂടാൻ പാടില്ല, അല്ലെങ്കിൽ അലൂമിന കൂടി പോകാൻ പാടില്ല. ഈ ഒരു പ്രൊപ്പോർഷനിലായിരിക്കണം എപ്പോഴും നമ്മുടെ
ബ്രിക്കിന്റെ എർത്തിൽ ഉണ്ടാവേണ്ട മിനറൽസ്. അത് കൂടിയാലോ അല്ലെങ്കിൽ കുറഞ്ഞാലോ എന്തുണ്ടാവും, ആ ബ്രിക്കിന് കേടുപാടുകൾ സംഭവിക്കും. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.